തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കും. കേന്ദ്രമന്ത്രിതല ചർച്ചയ്ക്കുള്ള തീയതി ഉടൻ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഞാനൊരു MP എന്ന നിലയ്ക്കല്ല, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. വെടിക്കെട്ടിനെ കുറിച്ചായാലും ആനയുടെ കാര്യമായാലും എല്ലാം ഈ അങ്കലാപ്പിൻ്റെ സൃഷ്ടി മാത്രമാണ് നടക്കുന്നത്. രാജ്യസഭയിൽ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്ന് നിന്ന് പീയൂഷ് ജിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിവേ വിൽ സിറ്റ് അക്രോസ് ടേബിൾ, വിൽ ഹാവ് ദി ഓഫീസേഴ്സ്, വി വിൽ ഓൾസോ കോൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് arrive at a final decision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. റൗണ്ടിലേക്ക് ഈ വർഷം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും സ്റ്റാറ്റസ് കോ എങ്കിലും നിലനിർത്താനുള്ള മാർഗമാണ് നോക്കുന്നത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഗുഡ് ഈവനിങ്. അപ്പോൾ തൃശ്ശൂർ പൂരം സംബന്ധിച്ച്, അതിലെ വെടിക്കെട്ട് സംബന്ധിച്ച് ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടും എന്നാണ് പറയുന്നത്. ഇടപെടുമായിരിക്കല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്? സൂരജ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പാറമേക്കാവ് ദേവസ്വം സുരേഷ് ഗോപിക്കെതിരെ കടുത്ത പരസ്യ നിലപാടുമായി രംഗത്തെത്തുന്നത്. അന്ന് അവർ പറഞ്ഞിരുന്ന ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് തന്നെ പീയൂഷ് ഗോയലിനെ കണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതായിരുന്നു അന്ന് പാറമേക്കാവ് വിമർശിച്ചത്. ഈ പൂരം അടുത്തിരിക്കെ വെടിക്കെട്ട് നടത്താൻ പോലും കഴിയാത്ത അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇതേ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ സുരേഷ് ഗോപി മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് പീയൂഷ് ഗോയലുമായി വീണ്ടും ചർച്ചകൾ നടത്തും എന്നുള്ളതാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പാറമേക്കാവ് തിരുവമ്പാടി ദിവസങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ചർച്ച നടത്തുക. ഈ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കാണുന്നതിനാണ് ശ്രമിക്കുന്നത്. ഇതിന് സംബന്ധിക്കുന്ന ഡേറ്റ് ഉടനെ തന്നെ, ചർച്ചയ്ക്കുള്ള ഡേറ്റ് ഉടനെ തന്നെ തീരുമാനിച്ച് അറിയിക്കും എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ വെടിക്കെട്ട് കാണുന്നതിനുണ്ടായിരുന്ന ദൂരപരിധി കുറയ്ക്കുമെന്നൊക്കെ സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നു. പകരം നിലവിലുള്ള തൽസ്ഥിതി തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് താൻ നടത്തുന്നതെന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. സ്വാഭാവികമായും പെസോ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് ഇതിനെല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി മാറിയാൽ മാത്രമാണ് ഇനി ഇതിനകത്തൊരു ഇളവുണ്ടാകൂ. ആ സാഹചര്യത്തിൽ തൽസ്ഥിതിയെങ്കിലും തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി അത് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്.